ഇപ്പം സമയം രാത്രി ഒരു 11-11:30 ആയിട്ടുണ്ടാവും. ഞാൻ ഈ ബ്രഷൊക്കെ ചെയ്ത് ഉറങ്ങാനല്ല പോണത്, ഫുട്ബോൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പിന്നെ വേൾഡ് കപ്പിന്റെ സീസൺ ആണല്ലോ. അപ്പം എൻ്റെ ഫേവറേറ്റ് ടീമിന്റെ മാച്ച് ഉണ്ട്. അപ്പോൾ അത് കാണാനാണ് ഞാൻ ഈ ധൃതിയിൽ പോണത്. നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ടീം ഏതാന്നുള്ളത് എന്തായാലും കമന്റ് ചെയ്യണം. എൻ്റെ ഫേവറേറ്റ് ടീം ഏതാന്നുള്ളത് ഞാൻ പറയാതെ തന്നെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എത്രയൊക്കെ മെസ്സി നെയ്മർ വന്നാലും ഞാൻ അന്നും ഇന്നും റൊണാൾഡോ ഫാനാണ്. റൊണാൾഡോ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പോർച്ചുഗൽ ടീമിനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. എപ്പത്തെയും പോലെ പുലർച്ചൊന്നും അല്ലായിരുന്നു അന്നത്തെ മാച്ച്, 12:30 ആയിരുന്നു. അപ്പോൾ ഞാൻ 12 മണിക്ക് തന്നെ ടിവിന്റെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ടുണ്ടായിരുന്നു. മേ ബി ഫൈനൽസിലൊന്നും എത്തിയില്ലെങ്കിലും ഈ ഒരു മാച്ച് ജയിക്കും എന്നുള്ളൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് മിനിറ്റിലാണ് ഒക്കെ കഴിഞ്ഞു പോയത്. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ഇത്രയും നേരം കണ്ടിരുന്നത് റൊണാൾഡോ വേൾഡ് കപ്പിൽ കളിക്കണ അവസാനത്തെ മാച്ചാണ് എന്ന്. ലാസ്റ്റ് മിനിറ്റിലാണ് സ്പെയിന് ഗോൾ അടിച്ചത്. ഇനിയിപ്പോൾ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നെ പോലെ റൊണാൾഡോ ഫാൻസ് ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണം. ഈ ഒരു മാച്ച് കഴിഞ്ഞിട്ട് ദിവസങ്ങളായിക്കോളും ഞാൻ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയിന്ന് മാത്രം. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു വിഷമം നല്ല ഫുഡൊക്കെ കഴിച്ചാണ്ട് മാറ്റിയെടുക്കാം. ഇന്ന് ലഞ്ചിന് കഴിക്കാൻ ഷാനുവിന്റെ സ്പെഷ്യൽ മീൻ ഫ്രൈ ഉണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ പച്ച കളർ എന്നുള്ളത്. അതുകൊണ്ടാണ് ഇത് സ്പെഷ്യൽ മീൻ ഫ്രൈ ആയത്. നല്ല വേറെ എന്തൊക്കെയോ ഒരു മസാലക്കൂട്ടുകൾ ചേർത്തിട്ടാണ് ഷാനു ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. വല്ല വിഷമോ സങ്കടം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഫുഡ് അങ്ങോട്ട് കഴിക്കുക. അപ്പം അതങ്ങോട്ട് മാറിക്കിട്ടും. ചോറിന്റെ കൂടെ മീൻ ഫ്രൈ മാത്രമല്ല നല്ല കോളിഫ്ലവർ കറിയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ കൂടെ തിരക്കിട്ട് ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ് അയാൻ ബേബിയും. തന്റെ പ്രിയതമയായ ഭാര്യ ഉണ്ടാക്കിയ ഫുഡ് ആസ്വദിച്ച് കഴിക്കുന്ന ഭർത്താവിനെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ രാത്രി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അന്ന് തന്നെ അർജന്റീനന്റെ മാച്ച് ഉണ്ടായിരുന്നു. എന്റെ വീട്ടിൽ ഞാൻ ഒഴികെ എല്ലാവരും അർജന്റീന ഫാനും സുംതാത്ത ബ്രസീൽ ഫാനുമാണ്. അർജന്റീന പൊട്ടിയിട്ട് വേണം ചിലറിനൊക്കെ നിന്നോടത്ത് നിന്ന് ചൂടാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടപ്പോഴല്ലേ ആ ഒരു നഗ്ന സത്യം എനിക്ക് മനസ്സിലായത്. അർജന്റീനക്കെതിരെ കളിക്കുന്ന എല്ലാ ടീമും എന്റെ ടീമും കൂടിയാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.